തലയോലപ്പറമ്പിൽ മാത്യുവിനെ കൊല ചെയ്ത സ്ഥലത്തു നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ മനുഷ്യന്റേതല്ലെന്ന് സ്ഥിരീകരിച്ചു. ഫോറൻസിക് പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മനുഷ്യന്റെ കൈപ്പത്തിയോട് സാമ്യമുള്ള എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചത്. മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് പ്രതി വെളിപ്പെടുത്തിയ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപമുള്ള പുരയിടത്തിൽ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത്. കൂടുതൽ തെളിവുകൾക്കായി ഇപ്പോഴും കെട്ടിടത്തിന്റെ തറ തുറന്നുള്ള പരിശോധന തുടരുകയാണ്. കെട്ടിടത്തിനായുള്ള വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നതിനായി മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് എല്ലുകൾ കണ്ടെത്തിയത്. തുടർന്ന് ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത് മനുഷ്യന്റെ എല്ലുകളല്ലെന്ന് സ്ഥിരീകരിച്ചത്. തറ തുറന്ന് നടത്തിയ പരിശോധനയിൽ തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ സമീപത്തെ പുരയിടത്തിൽ പരിശോധന ആരംഭിച്ചത്. അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഇവ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് മാറ്റുകയുമായിരുന്നു. പരിശോധനയിൽ ഇവ മനുഷ്യന്റേതാണെന്ന് സ്ഥിരീകരിച്ചാൽ കൊല്ലപ്പെട്ട മാത്യുവിന്റേതാണോ എന്ന് ഉറപ്പുവരുത്താനായി DNA പരിശോധനയും സജ്ജമാക്കിയിരുന്നു. നിലവിൽ ഇവിടെയുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതുയർത്തിയത്. അതുകൊണ്ട് തന്നെ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന പ്രദേശത്തിന് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളതിനാൽ കെട്ടിടത്തിന്റെ വിശദമായ പ്ലാനും ബ്ലൂ പ്രിന്റും ഉപയോഗിച്ചാണ് പരിശോധന തുടരുന്നത്. ന്യൂസ് ഡെസ്ക്. കർണാടക സർക്കാർ ഇൻഷുറൻസ് കമ്പനിയുടെ വ്യാജ ചെക്ക് ഉപയോഗിച്ച് 30 കോടിയിലേറെ രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾ ഉടൻ അറസ്റ്റിലായേക്കും. കാസർഗോഡ് ഉപ്പളയിലെ പാചക വിതരണ ഏജൻസിയുടെ അക്കൌണ്ട് മുഖേനയാണ് തട്ടിപ്പ് ശ്രമം നടന്നത്. ഉപ്പള ഫെഡറൽ ബാങ്ക് ശാഖയുടെ മാനേജറുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കർണാടക സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമാണ് കർണാടക ഗവൺമെന്റ് ഇൻഷുറൻസ് ലിമിറ്റഡ്. സർക്കാർ ജീവനക്കാരുടെയും സർക്കാർ വാഹനങ്ങളുടെയും ഇൻഷുറൻസ് സംബന്ധമായ ഇടപാടുകളാണ് ഈ സ്ഥാപനം നടത്തിവരുന്നത്. ഈ സ്ഥാപനത്തിന്റെ ചെക്ക് വ്യാജമായി തയ്യാറാക്കി 30,05,30,000 രൂപ തട്ടിയെടുക്കാനാണ് ശ്രമം നടന്നത്. കാസർഗോഡ് ഉപ്പള നയാബസാറിൽ ഇൻഡെയിൻ പാചകവാതക ഏജൻസി നടത്തുന്ന സനിലയുടെ ഉപ്പള ഫെഡറൽ ബാങ്ക് ശാഖയിലെ അക്കൌണ്ട് വഴിയാണ് ചെക്ക് മാറാൻ ശ്രമിച്ചത്. സംശയം തോന്നിയ ഫെഡറൽ ബാങ്ക് മാനേജർ മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. തുടർന്ന് സബ് ഇൻസ്പെക്ടർ പ്രമോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെയൊരു ചെക്ക് കർണാടക ഗവൺമെന്റ് ഇൻഷുറൻസ് ലിമിറ്റഡ് സനിലയുടെ പേരിൽ നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തി. മാത്രമല്ല സനില ഈ സ്ഥാപനവുമായി ഒരു വിധത്തിലും ഇടപാടുകാരിയുമല്ല. ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു വർഷത്തെ മൊത്തം സാമ്പത്തിക ഇടപാട് തന്നെ 25 കോടിയിൽ താഴെയാണ്. മറ്റു ചിലർ കൂടി വ്യാജ ചെക്ക് തയ്യാറാക്കുന്നതിന് സനിലയെ സഹായിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സനില മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രതികളെ വൈകാതെ അറസ്റ്റ് ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് മഞ്ചേശ്വരം പോലീസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി ഇടനിലക്കാരന്റെ ഡയറി കുറിപ്പുകളും ഇമെയിൽ സന്ദേശങ്ങളും പുറത്തായി. ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് ബ്രിട്ടീഷ് ആയുധ വ്യാപാരി കൂടിയായ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പ്. AP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നേതാവിന് 21 കോടി കൈക്കൂലി നൽകി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ കോഴയിനത്തിൽ 370 കോടി രൂപ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമായി നൽകിയിട്ടുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് നടന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ശതകോടികൾ കോഴയായി ഇന്ത്യയിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നാണ് ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പുകൾ പറയുന്നത്. ഇറ്റാലിയൻ പോലീസ് പിടിച്ചെടുത്ത് CBIക്ക് കൈമാറിയ രേഖകളാണ് പുറത്തായത്. ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കൈക്കൂലിയായി നൽകിയിട്ടുണ്ടെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ. AP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന് 21 കോടി രൂപ കോഴ നൽകി. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലിന്റെ പേരും ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ AP എന്നത് അഹമ്മദ് പട്ടേൽ ആയിരിക്കാം എന്ന നിഗമനവുമുണ്ട്. ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് 43 കോടി, മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് 59 കോടി. ഇങ്ങനെ പോകുന്നു ഡയറി കുറിപ്പിലും ഇമെയിൽ സന്ദേശങ്ങളിലുമുള്ള കോഴക്കണക്ക്. ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന ഉന്നതതല യോഗങ്ങളുടെ വിശദാംശങ്ങളും ഈ രേഖകളിലുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പ്രതിരോധ മന്ത്രാലയം, SPG, ചീഫ് വിജിലൻസ് കമ്മീഷണർ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും പുറത്തായ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയത് യാദർച്ഛികമല്ലെന്നും ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ക്രിസ്റ്റ്യൻ മിഷേലിന്റെ രേഖകളിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അഹമ്മദ് പട്ടേൽ തുടങ്ങിയവരുടെ പേരുകൾ ഡയറി കുറിപ്പുകളിലും ഇമെയിൽ സന്ദേശങ്ങളിലും പലയിടത്തായി പരാമർശിച്ചിട്ടുണ്ട്. നോട്ട് പിൻവലിച്ച വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ യുദ്ധം മുറുകവെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ പുതിയ തെളിവുകൾ പുറത്തുവന്നിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ തെളിവുകളുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ CBIയുടെ കൈവശമുള്ള തെളിവുകൾ പുറത്തുവന്നതിലെ രാഷ്ട്രീയവും ചർച്ചയാകും. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. ബാബ രാംദേവിന്റെ ഉടമസ്ഥതയിലുള്ള പതഞ്ജലി ആയുർവേദിക്സിന് 11 ലക്ഷം രൂപ പിഴ. പരസ്യങ്ങളിലൂടെ തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ നൽകുന്നുവെന്ന പരാതിയിലാണ് പിഴ. ഹരിദ്വാർ അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി.
പതഞ്ജലി ആയുർവേദ ലിമിറ്റഡിന്റെ ചില ഉൽപ്പന്നങ്ങൾ പരസ്യത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന പരാതിയിൽ ഹരിദ്വാറിലെ അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. 2012 നവംബറിൽ ഫയൽ ചെയ്ത കേസിലാണ് വിധി. മറ്റൊരു സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങൾ തങ്ങൾ നിർമ്മിക്കുന്നു എന്ന പേരിൽ പതഞ്ജലി അവതരിപ്പിക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത്. അടുത്ത സാമ്പത്തിക വർഷം വരുമാനം 5000 കോടിയിൽ നിന്നും 10,000 കോടിയിലേക്ക് ഉയർത്താനുള്ള പതഞ്ജലിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് കോടതി വിധി. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾക്ക് കീഴിലാണ് കേസെടുത്തിരിക്കുന്നത്. പിഴയടയ്ക്കാൻ 1 മാസത്തെ സമയം കൂടി നൽകിയിട്ടുണ്ട്. ഭാവിയിൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കമ്പനി കരുതലെടുത്തില്ലെങ്കിൽ കൂടുതൽ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. 6 വർഷം മുൻപ് ഫയൽ ചെയ്ത കേസിൽ പതഞ്ജലി വിൽക്കുന്ന തേൻ, ഉപ്പ്, കടുകെണ്ണ, ജാം എന്നിവയുടെ സാമ്പിളുകൾ പരിശോധിക്കുകയും പരിശോധനയിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഹെയർ ഓയിൽ, വാഷിംഗ് പൗഡർ തുടങ്ങിയ പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിലും തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങളുണ്ടെന്ന് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൌൺസിൽ ഓഫ് ഇന്ത്യ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്. മറയൂർ പോലീസ് സ്റ്റേഷന് സമീപത്തെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് മോഷ്ടാക്കൾ ചന്ദനമരം മുറിച്ചു കടത്തി. 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മരമാണ് മുറിച്ചു കടത്തിയത്. മണ്ണാരപ്പെട്ടി നെടുമ്പറമ്പിൽ ലൂയിസ് എസയുടെ വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി മോഷ്ടാക്കൾ ചന്ദനമരം മുറിച്ചു കിടത്തിയത്. മറയൂരിൽ ഇന്നലെ രാത്രി കനത്ത മഞ്ഞായിരുന്നതിനാലും വൈദ്യുതി ബന്ധമില്ലാതിരുന്നതിനാലും പ്രദേശം പതിവിലും ഇരുട്ടിലായിരുന്നത് മോഷ്ടാക്കൾക്ക് അനുഗ്രഹമായി. മുറിച്ചു കടത്തിയ ചന്ദനമരത്തിന് 2 ലക്ഷത്തോളം രൂപ വിലമതിക്കും. ചന്ദനം മോഷണം പോയതിനെ തുടർന്ന് മറയൂർ പോലീസ് സ്റ്റേഷനിലും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലും പരാതി നൽകി. മറയൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ PA ജലീലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തി. ചന്ദനമരം വെട്ടിക്കടത്തിയ വീട് ജനവാസ കേന്ദ്രവും പോലീസ് സ്റ്റേഷനിൽ നിന്നും 100 മീറ്റർ മാത്രം ദൂരത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വനംവകുപ്പ് മതിയായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മറയൂർ മേഖലയിൽ ചന്ദനമോഷണം സജീവമാകാനും സാധ്യത ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ യുവാവ് മരിച്ചു. കൊച്ചി ചേരാനെല്ലൂരിലാണ് സംഭവം. കത്തിക്കുത്ത് കേസിൽ പ്രതിയായ ഷഹീറാണ് മരിച്ചത്. ഷഹീറിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. അയൽവാസി നസീറുമായി കഴിഞ്ഞ ദിവസമുണ്ടായ വഴക്കിനെ തുടർന്ന് ഷഹീർ നസീറിനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ഈ സമയം സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഷഹീറിനെ കസ്റ്റഡിയിലെടുത്തു. തീർത്തും അവശനായിരുന്ന ഷഹീറിനെ നേരെ ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്നും ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ അറിയിച്ചതിനെ തുടർന്നും ഇയാളെ ചേരാനെല്ലൂർ സ്റ്റേഷനിൽ എത്തിച്ചു. വധശ്രമത്തിന് കേസെടുത്ത് കസ്റ്റഡിയിൽ കഴിഞ്ഞ ഷഹീറിന് അടുത്ത ദിവസം രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് പോലീസ് വീണ്ടും ഇയാളെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അമിതമായി മദ്യം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായെന്ന് ഡോക്ടർ അറിയിച്ചതായി പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരൂ എന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തനിക്കെതിരെ നടപടി സ്വീകരിച്ചതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് CPIM കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും താൻ പരാതി നൽകുമെന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സക്കീർ ഹുസൈൻ. വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ 1 മാസക്കാലം റിമാൻഡിൽ കഴിഞ്ഞ സക്കീർ ഹുസൈന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് ജയിൽ മോചിതനായത്. കേസിൽ തനിക്കെതിരെ നടപടി സ്വീകരിച്ചതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് സക്കീർ ഹുസൈൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും താൻ പരാതി നൽകുമെന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഇതിനെ ചുമതലപ്പെടുത്തിയ സ്പെഷ്യൽ ടീമിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ എൻ്റെ പാർട്ടിക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് കൃത്യമായ പരാതി കൊടുക്കും. 1.5 വർഷം മുമ്പുണ്ടായ സംഭവത്തിൽ അന്ന് നൽകിയ പരാതിയിൽ തട്ടിക്കൊണ്ടുപോയത് സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല. കേസിന്റെ യഥാർത്ഥ വസ്തുത പരിശോധിക്കാതെ മാധ്യമങ്ങൾ തന്നെ വേട്ടയാടിയെന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു. കഴിഞ്ഞ മാസം 17-നാണ് സക്കീർ ഹുസൈന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. റിമാൻഡ് കാലാവധി അവസാനിക്കവെയാണ് ഉപാധികളോടെ ഹൈക്കോടതി സക്കീർ ഹുസൈന് ജാമ്യം അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുതിർന്ന സ്ത്രീയെ ഉദ്യോഗസ്ഥർ വിമാനത്തിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്താക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിമാനത്തിൽ കയറുന്നതിന് മുൻപുള്ള ബോർഡിംഗ് നടപടിക്രമങ്ങളും പരിശോധനകളും വേണ്ടവിധം പൂർത്തിയാക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു സ്ത്രീയെ വിമാനത്തിൽ നിന്നും വലിച്ചിഴച്ച് പുറത്താക്കിയത്. സംഭവത്തിന്റെ വീഡിയോ നവമാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് വിവാദമായത്. അമേരിക്കയിലെ ഡിട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളത്തിൽ ഡെൽറ്റ എയർലൈൻസിന്റെ വിമാനത്തിൽ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. വിമാനത്തിൽ കയറുന്നതിനു മുൻപുള്ള ബോർഡിംഗ് നടപടിക്രമങ്ങളും പരിശോധനകളും വേണ്ടവിധം പൂർത്തിയാക്കിയില്ലെന്നാരോപിച്ചായിരുന്നു സ്ത്രീയെ വിമാനത്തിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്താക്കിയത്.
വിമാനത്താവള ടെർമിനൽ ഗേറ്റിൽ വെച്ച് ലഗേജ് പരിശോധനയ്ക്കും മറ്റ് നടപടിക്രമങ്ങൾക്കും സ്ത്രീ തയ്യാറായില്ലെന്ന് ഡെൽറ്റ എയർലൈൻസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പരിശോധനകൾ പൂർത്തിയാക്കാത്തതിനാൽ സ്ത്രീയോട് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സ്ത്രീ ഇതിന് തയ്യാറാവാത്തതിനെ തുടർന്നാണ് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥരെത്തി സ്ത്രീയെ സീറ്റുകൾക്കിടയിലെ ഇടുങ്ങിയ വഴിയിലൂടെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയത്. വിമാനത്തിലെ മറ്റു യാത്രികരെടുത്ത സംഭവത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. സംഭവം നടക്കുമ്പോൾ മറ്റു മുഴുവൻ യാത്രക്കാരും വിമാനത്തിലുണ്ടായിരുന്നുവെങ്കിലും ആരും പ്രതികരിക്കുന്നില്ലെന്നും വീഡിയോയിൽ കാണാം. സ്ത്രീയുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. സ്ത്രീക്കെതിരെ കേസെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. ആക്സിസ് ബാങ്കിൽ വീണ്ടും ആദായ നികുതി വകുപ്പ് അനധികൃത നിക്ഷേപം കണ്ടെത്തി. നോയിഡയിലെ ആക്സിസ് ബാങ്ക് ശാഖയിലാണ് 20 വ്യാജ കമ്പനികളുടെ പേരിലുള്ള അക്കൌണ്ടുകളിൽ 60 കോടി രൂപ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. കഴിഞ്ഞ ആഴ്ച ആക്സിസ് ബാങ്കിന്റെ ദില്ലി കശ്മീരി ഗേറ്റ് ശാഖയിൽ 100 കോടി രൂപയുടെ അനധികൃത നിക്ഷേപം കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2 ബാങ്ക് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരുന്നു. നോട്ട് നിരോധനത്തിന് ശേഷം ഇത്തരത്തിൽ നിരവധി വ്യാജ അക്കൌണ്ടുകൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന് ലഭിച്ച വിവരം. ലോക പ്രശസ്ത ഇന്റർനെറ്റ് കമ്പനി യാഹുവിന്റെ 100 കോടി മെയിലുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു. 3 വർഷം മുൻപ് നടന്നതായി കരുതപ്പെടുന്ന ഹാക്കിംഗിന്റെ വിവരം ഇപ്പോഴാണ് കമ്പനി തിരിച്ചറിയുന്നതും പുറത്തുവിടുന്നതും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹാക്കിംഗ് ആക്രമണമാണ് യാഹുവിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. നേരത്തെ 2014 സെപ്റ്റംബറിലും യാഹു ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയെടുത്തിരുന്നു. 50 കോടി ആളുകളുടെ വിവരങ്ങളാണ് അന്ന് ഹാക്കർമാർ ശേഖരിച്ചത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് 2013 ഓഗസ്റ്റിൽ നടന്ന ഹാക്കിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആളുകളുടെ പേരുകൾ, ഫോൺ നമ്പറുകൾ, പാസ്വേഡുകൾ, ഇമെയിൽ വിവരങ്ങൾ, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് എന്നിവ ഹാക്കർമാർ ചോർത്തിയതായി യാഹു സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഉപഭോക്താക്കളുടെ ബാങ്ക്, പേയ്മെന്റ് വിവരങ്ങളെല്ലാം സുരക്ഷിതമാണെന്നാണ് കമ്പനി പറയുന്നത്. ഹാക്കിംഗ് നടന്നതായി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് എല്ലാ ഉപഭോക്താക്കളും തങ്ങളുടെ പാസ്വേഡും സുരക്ഷാ ചോദ്യങ്ങളും മാറ്റണമെന്ന് യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2014 നടന്ന ഹാക്കിംഗ് ആക്രമണം അന്താരാഷ്ട്ര ഗൂഢാലോചനയാണെന്നും ഹാക്കർമാർക്ക് പിന്നിൽ ഒരു രാഷ്ട്രമാണെന്നും യാഹു ആരോപിച്ചിരുന്നു. ഗൂഗിൾ അടക്കമുള്ള എതിരാളികൾ വൈവിധ്യമാർന്ന സേവനങ്ങളിലൂടെ ബഹുദൂരം മുന്നേറിയപ്പോഴും കാലത്തിനനുസരിച്ച് മാറാൻ യാഹുവിന് പറ്റിയില്ല. അമേരിക്കൻ മാധ്യമ ഭീമനായ വെറിസോൺ യാഹുവിനെ ഏറ്റെടുക്കാൻ നേരത്തെ ധാരണയുണ്ടായിരുന്നു. എന്നാൽ തുടർച്ചയായി ഹാക്കിംഗ് ആക്രമണം നേരിടുകയും കോടിക്കണക്കിന് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ നിരന്തരം ചോർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യാഹുവിനെ ഏറ്റെടുക്കുവാനുള്ള തീരുമാനം വെറിസോൺ പുനഃപരിശോധിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്. ഡൽഹി ഹൈക്കോടതി അഭിഭാഷകനായ ഭർത്താവ് മദ്യലഹരിയിൽ വീട്ടിലെത്തി തന്നെയും മകളെയും തല്ലിച്ചതച്ചെന്ന പരാതിയുമായി ഭാര്യ. ഭർത്താവ് മർദ്ദിക്കുന്ന വീഡിയോ സഹിതം യുവതി പോലീസിൽ പരാതി നൽകി. ദമ്പതികളുടെ മറ്റൊരു മകളാണ് പിതാവിന്റെ ക്രൂരത വീഡിയോയിൽ പകർത്തിയത്. ഡൽഹി ഹൈക്കോടതി അഭിഭാഷകനായ ഭർത്താവ് മദ്യലഹരിയിൽ വീട്ടിലെത്തി തന്നെയും മകളെയും തല്ലിച്ചതച്ചെന്ന പരാതിയുമായി ഭാര്യ. ഭർത്താവ് മർദ്ദിക്കുന്ന വീഡിയോ സഹിതം യുവതി പോലീസിൽ പരാതി നൽകി. ദമ്പതികളുടെ മറ്റൊരു മകളാണ് പിതാവിന്റെ ക്രൂരത വീഡിയോയിൽ പകർത്തിയത്. മർദ്ദനമേറ്റ് തറയിൽ വീണ മകളെ അഭിഭാഷകൻ വലിച്ചിഴയ്ക്കുന്നതും 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കാണാം. വീഡിയോയുടെ സ്ക്രീൻഷോട്ട് പുറത്തുവന്നിട്ടുണ്ട്. തെക്കൻ ഡൽഹിയിലെ വസന്തുകുഞ്ചിലാണ് അഭിഭാഷകന്റെ കുടുംബം താമസിക്കുന്നത്. 15 വർഷം നീണ്ട ദാമ്പത്യത്തിൽ ഭർത്താവ് തന്നെ ഇടയ്ക്കിടെ മർദ്ദിക്കാറുണ്ടെന്ന് ഭാര്യ പരാതിപ്പെടുന്നു. ആൺകുഞ്ഞിന് ജന്മം നൽകിയില്ലെന്ന് കുറ്റപ്പെടുത്തിയാണ് മർദ്ദനം. 2 പെൺമക്കളെയും ഭർത്താവ് വെറുതെ വിടാറില്ല. ഭർത്തൃമാതാവും പെൺമക്കളെ തല്ലാറുണ്ടെന്ന് ഭാര്യ പറഞ്ഞു. തെക്കൻ ഡൽഹിയിലെ ഒരു സ്വകാര്യ സ്കൂളിലാണ് പെൺകുട്ടികൾ പഠിക്കുന്നത്. മദ്യലഹരിയിൽ വീട്ടിലെത്തുന്ന അച്ഛൻ എന്നും തങ്ങളെ മർദ്ദിക്കാറുണ്ടെന്ന് 14-കാരിയായ മകൾ പറയുന്നു. പെൺകുട്ടിയായി ജനിച്ചതിന്റെ പേരിലാണ് മർദ്ദനം. യുവതിയുടെ പരാതിയിൽ പോലീസും ഡൽഹി വനിതാ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അഭിഭാഷകനെതിരെ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ന്യൂസ് ഡെസ്ക്. സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗിൽ മനം നൊന്ത് ക്യുസാറ്റ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാസർഗോഡ് സ്വദേശി ആശിഷാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. ഫേസ്ബുക്കിൽ കുറിപ്പിട്ട ശേഷമായിരുന്നു ആത്മഹത്യാശ്രമം. റാഗിംഗ് നടത്തിയ സീനിയർ വിദ്യാർത്ഥികളുടെ പേരുകൾ അടക്കമുള്ള കുറിപ്പാണ് ആശിഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഒരുപാട് ആഗ്രഹിച്ചെടുത്ത കോഴ്സ്, പക്ഷെ അവിടെയുള്ള ഈ കാലിമൃഗങ്ങൾ മാനസികമായും ശാരീരികമായും ഒരുപാട് പീഡിപ്പിച്ചു. നന്ദി, ആശിഷിന്റെ കുറിപ്പിൽ പറയുന്നു. ചൊവ്വാഴ്ച ആത്മഹത്യാക്കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത തൃക്കരിപ്പൂരിലെ വീട്ടിലേക്ക് പോയ ആശിഷ് രാത്രിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കുസാറ്റ് ക്യാമ്പസിലെ മറൈൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 4 മാസം മുൻപാണ് ആശിഷ് കോഴ്സിന് ചേർന്നത്. ഹോസ്റ്റലിൽ താമസിച്ചു വരികയായിരുന്ന ആശിഷിനെ മുതിർന്ന വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്ന് മാതാപിതാക്കൾ പറയുന്നു. കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആശിഷിന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. എന്നാൽ ക്യാമ്പസിൽ റാഗിംഗ് നടന്നതായി ഇതുവരെ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് കുസാറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് വിഭാഗം ഡയറക്ടർ പറയുന്നു. ആശിഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഏതാനും പ്രൊഫസർമാരുടെ പേരുകളും ഉൾപ്പെടുന്നുണ്ട്.
ഇത് എന്തിനാണെന്ന് വ്യക്തമല്ല. ആശിഷിനെ കണ്ടെങ്കിലും സംഭാഷണം വ്യക്തമല്ലാതിരുന്നതിനാൽ ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം നേരിട്ടുള്ള പരാതിയിൽ കേസന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. സുപ്രീം കോടതിയിൽ നിന്ന് BCCIക്ക് വീണ്ടും കനത്ത തിരിച്ചടി. ഭാരവാഹികളെ മുഴുവൻ നീക്കി പുതിയ സമിതിയെ നിയോഗിക്കുന്ന കാര്യം കോടതി പരിഗണിക്കും. സമിതി അംഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിക്കാൻ BCCIക്ക് ഒരാഴ്ചത്തെ സമയം നൽകി. കോടതിയിൽ കള്ളം പറഞ്ഞതിന് BCCI അധ്യക്ഷൻ അനുരാഗ് ഠാക്കൂർ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ലോധ കമ്മിറ്റി ശുപാർശ അനുസരിച്ച് GK പിള്ളയെ നിരീക്ഷകനായി നിയമിക്കുന്നതിനെ BCCI കോടതിയിൽ എതിർത്തു. GK പിള്ളയ്ക്കെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നിയമനം അംഗീകരിക്കാനാകില്ലെന്നും BCCI വാദിച്ചു. BCCI അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അനുരാഗ് ഠാക്കൂറിനെ മാറ്റണമെന്ന് അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം കോടതിയോട് ആവശ്യപ്പെട്ടു. BCCI ഭാരവാഹികളെ മുഴുവൻ തലസ്ഥാനത്ത് നിന്ന് നീക്കി പകരം പുതിയ സമിതിയെ നിയോഗിക്കുന്ന കാര്യം പരിഗണിക്കും. സമിതി അംഗങ്ങളെ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അത് ഒരാഴ്ചക്കകം വേണമെന്നും കോടതി BCCIയോട് ആവശ്യപ്പെട്ടു. BCCI അധ്യക്ഷൻ അനുരാഗ് ഠാക്കൂറിനെ രൂക്ഷമായ ഭാഷയിലാണ് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ വിമർശിച്ചത്. അനുരാഗ് ഠാക്കൂർ കോടതിയിൽ കള്ളം പറഞ്ഞതിന് മാപ്പ് പറയണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കള്ളം പറഞ്ഞിട്ടില്ലെന്ന് അനുരാഗ് ഠാക്കൂറിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. സമിതിയെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കറൻസി നിരോധനം പ്രതിസന്ധിയിലാക്കിയ മലയോര ക്ഷീര കർഷകർ പാല് റോഡിലൊഴിച്ചായിരുന്നു പേരാവൂരിൽ പ്രതിഷേധ സമരം നടത്തിയത്. കാലിത്തീറ്റയടക്കം വാങ്ങാനാവാത്ത അവസ്ഥയിൽ ക്ഷീര സഹകരണ സംഘങ്ങളിൽ പണം കൂടുതൽ നേരിട്ട് കർഷകർക്ക് ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പശുവിനെ അടക്കം സമരരംഗത്തേക്ക് കൊണ്ടുവന്നാണ് ഇവർ പ്രതിഷേധിച്ചത്. കറൻസി നിയന്ത്രണം ക്ഷീരസഹകരണ സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മലയോര മേഖലയിലാണ് ഇതേറെ ദുരിതമുണ്ടാക്കുന്നത്. 10,000-ലേറെ ക്ഷീരകർഷകരുള്ള പേരാവൂർ ബ്ലോക്കിൽ മാത്രമായി ഒരു മാസത്തോളമായി സംഘങ്ങളിലെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയതിനാൽ ക്ഷീരകർഷകരാകെ പ്രതിഷേധത്തിലാണ്. പശുവിനെയും കൊണ്ട് സമരരംഗത്തെത്തിയ ക്ഷീരകർഷകർ പാൽ റോഡിലൊഴിച്ചാണ് പ്രതിഷേധിച്ചത്. കർഷകർ ഈ പാലിന്റെ വിലയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കാൻ മാത്രമേ അവർക്ക് രാവിലെ മുതൽ സന്ധ്യ വരെ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് പശുവിനെ പോറ്റാനോ പശുവിന്റെ കാര്യം നോക്കാനോ പശുവിനെ കറക്കാനോ സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. പാൽ വില പരിധിക്ക് നിശ്ചയിക്കാതെ പണം പിൻവലിക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് കർഷകർക്ക് പൈസ സംഘത്തിൽ നിന്ന് പാൽ വില പണമായി നൽകാനുള്ള ഒരു സംവിധാനം ഒരുക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. പേരാവൂർ ബ്ലോക്ക് മിൽക്ക് സൊസൈറ്റി അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. 1000-ലേറെ ക്ഷീരകർഷകർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഹിറ്റ്ലറുടെ വംശഹത്യയെ മുൻനിർത്തി കൊലപാതകത്തിന് ന്യായീകരണവുമായി ഫിലിപ്പൈൻസ് പ്രസിഡന്റ് റോഡ്രിഗസ് ഡ്യൂട്ടേഴ്സ്. താൻ മേയറായിരിക്കുമ്പോൾ കുറ്റാരോപിതരായ ആളുകളെ സ്വമേധയാ കൊന്നിട്ടുണ്ടെന്നായിരുന്നു പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ. ദവായോയിലെ മേയറായിരിക്കുമ്പോൾ കുറ്റാരോപിതരായ ആളുകളെ താൻ സ്വമേധയാ കൊന്നിട്ടുണ്ടെന്നാണ് ഫിലിപ്പൈൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടേഴ്സിന്റെ വെളിപ്പെടുത്തൽ. കുറ്റാരോപിതരെ നേർക്കുനേർ കിട്ടാൻ രാത്രി ദവായോയിലൂടെ മോട്ടോർ ബൈക്കിൽ ചുറ്റിക്കറങ്ങാറുണ്ടെന്നും എങ്ങനെ കൊല്ലണമെന്ന് പോലീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നുമാണ് ഡ്യൂട്ടേഴ്സിൻ പറയുന്നത്. പ്രസ്താവന നടത്തി മണിക്കൂറുകൾക്ക് ശേഷം താനൊരു കൊലപാതകിയല്ലെന്ന വാദവുമായി ഒരു പൊതുസദസ്സിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ഫിലിപ്പൈൻസ് പ്രസിഡന്റായ ഡ്യൂട്ടേഴ്സ് 2 പതിറ്റാണ്ട് കാലം ദവായോയിലെ മേയറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് ദവായോയിലെ കുറ്റകൃത്യ നിരക്ക് കുറച്ചതിന് അദ്ദേഹം പേര് നേടിയിരുന്നു. എന്നാൽ ഭരണ നേതൃത്വത്തിന്റെ രഹസ്യസമ്മതത്തോടെ പ്രവർത്തിച്ചിരുന്ന മരണ സ്ക്വാഡുകൾക്ക് പിന്തുണ നൽകിയതിന് വിമർശനവും നേരിട്ടിരുന്നു. ഡ്യൂട്ടേഴ്സ് ഭരണമേറ്റെടുത്ത ശേഷം ഏതാണ്ട് 6000-ഓളം പേരെ ലഹരി മാഫിയയ്ക്കെതിരെയുള്ള യുദ്ധത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ രഹസ്യ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊല ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അവരെ കൊല്ലാൻ എനിക്കും സന്തോഷമേയുള്ളൂ എന്നാണ് കുറ്റവാളികളെ നിയമവിരുദ്ധമായി കൂട്ടക്കൊല ചെയ്യുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഡ്യൂട്ടേഴ്സ് ഒരിക്കൽ പറഞ്ഞത്. മനുഷ്യാവകാശങ്ങളെ താൻ വിലവെക്കുന്നില്ലെന്നും കുറ്റവാളികളെ പ്രതിരോധിച്ച് വാദിക്കാനെത്തുന്ന വക്കീലന്മാരെയും താൻ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും ഡ്യൂട്ടേഴ്സൺ തുറന്നടിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI മൊബൈൽ ആപ്ലിക്കേഷനുകളും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും ഉപയോഗിച്ച് ഇന്ത്യൻ സുരക്ഷാ സേനയുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതായി സർക്കാർ. കേന്ദ്രമന്ത്രി HP ചൌധരി ലോക്സഭയിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. മൊബൈൽ ഗെയിം, ഓഡിയോ വീഡിയോ ആപ്പുകളിലൂടെ മാൽവേറുകൾ ഉപയോഗിച്ച് രഹസ്യങ്ങൾ ചോർത്തുന്നതായി വിവരം ലഭിച്ചതായും വിരമിച്ച സൈനികരെ ജോലിയും പണവും വാഗ്ദാനം ചെയ്ത് പാകിസ്ഥാൻ ചാരവൃത്തിക്ക് ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ടോപ്പ് ഗൺ എന്ന വീഡിയോ ഗെയിം, ഓഡി ജംഗി, വീഡി ജംഗി തുടങ്ങിയ സംഗീത ഓഡിയോ വീഡിയോ ആപ്പുകൾ, ടോക്കിംഗ് ഫ്രോഗ് ആപ്പ് തുടങ്ങിയവയിൽ മാൽവേറുകളെ കടത്തിവിട്ടാണ് ഇവ ഉപയോഗിക്കുന്നവരുടെ ഉപകരണങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്നത്. 2013-16 കാലത്ത് 7 മുൻ സൈനികർ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്.
ഇത്തരം നീക്കങ്ങളെ തടയുന്നതിന് എല്ലാ മന്ത്രാലയങ്ങൾക്കും കമ്പ്യൂട്ടർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും സുരക്ഷാ മുന്നറിയിപ്പുകളും നൽകിയതായും ചൌധരി വ്യക്തമാക്കി. CCTV ക്യാമറകൾ, ബയോമെട്രിക് സംവിധാനങ്ങൾ തുടങ്ങിയവ അടക്കം സൈബർ ആക്രമണങ്ങൾ കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനുമുള്ള മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. രാജ്യത്ത് ദേശീയ സംസ്ഥാന പാതകളുടെ അരികിലെ മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി. 500 മീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന മദ്യശാലകൾ മാർച്ച് 31 പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ബിവറേജസ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, സ്റ്റാർ ഹോട്ടലുകൾ, കള്ളുഷാപ്പുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ്. ഏപ്രിൽ 1 ഉത്തരവ് നടപ്പാക്കി ചീഫ് സെക്രട്ടറിമാർ റിപ്പോർട്ട് നൽകണമെന്നും കോടതി വ്യക്തമാക്കി. ഇതോടുകൂടി ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ മദ്യം സുലഭമായി ലഭിക്കുന്നത് വാഹനാപകടങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്നും ഇത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് അറൈവ് സേവ് സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടനയാണ് കോടതിയിൽ നിയമ പോരാട്ടം തുടങ്ങുന്നത്. ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്ത് പഞ്ചാബ്, ഹരിയാന, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാന സർക്കാരുകളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരുകളുടെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. രാജ്യത്തെ മുഴുവൻ ദേശീയ സംസ്ഥാന പാതകളിൽ 500 മീറ്ററിനകത്തുള്ള മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടണമെന്ന് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് ഉത്തരവിട്ടു. ബിവറേജ് ഔട്ട്ലെറ്റുകൾ, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, സ്റ്റാർ ഹോട്ടലുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ്. നാഷണൽ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ലിക്കർ ഔട്ട്ലെറ്റ്സ് ഉടൻ തന്നെ മാറ്റണമെന്നും 2017 കാലാവധി അവസാനിക്കുന്ന ലിക്കർ ഔട്ട്ലെറ്റ്സ് ലൈസൻസ് കാലാവധി തീരുമ്പോൾ മാറ്റണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ലൈസൻസ് പുതുക്കി നിശ്ചയിച്ച ഹോട്ടലുകൾ ഉൾപ്പെടെ മാർച്ച് 31 പ്രവർത്തനം അവസാനിപ്പിക്കണം. മദ്യലഭ്യതയുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളടക്കം ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ നീക്കണമെന്നും കോടതി വ്യക്തമാക്കി. മുനിസിപ്പൽ പരിധിയിലൂടെ കടന്നുപോകുന്ന ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യശാലകൾക്ക് ഇളവ് വേണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഏപ്രിൽ 1 ഉത്തരവ് നടപ്പാക്കി ചീഫ് സെക്രട്ടറിമാർ റിപ്പോർട്ട് നൽകണമെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കി. ദേശീയ സംസ്ഥാന പാതകൾക്കരികിൽ ഏറ്റവും കൂടുതൽ മദ്യശാലകളുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതിനാൽ തന്നെ പുതിയ സുപ്രീം കോടതി ഉത്തരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തെയുമാകും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.